എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല പൊൻകുന്നം റൂട്ടിൽ പൈക ടൗണിന് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പുതുപുത്തൻ ഒറ്റനില വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ്. 12 സെൻറ്റ് സ്ഥലത്ത് 1730 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത്. ബസ് റോഡിൻ്റെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. പഞ്ചായത്ത് റോഡിൻ്റെ സമീപമായിട്ട്, നല്ല ടാറിംഗ് റോഡിന് സമീപമായിട്ട് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്ലോട്ടിനോട് ചേർന്നാണ് ബസ് ഓടുന്നത്. യാതൊരുവിധ പ്രളയഭീഷണിയോ മറ്റ് പ്രകൃതിക്ഷോഭങ്ങളോ ബാധിക്കാത്തൊരു മേഖലയിൽ നല്ല മനോഹരമായിട്ടൊന്ന് പണി തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാസ്തുശാസ്ത്ര വിധിപ്രകാരമാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഈ പോസ്റ്റ് കാണുന്നിടം തൊട്ട് അങ്ങേയറ്റം വരെയാണ് ഈ നമ്മുടെ 12 സെൻറ്റ് സ്ഥലം വരുന്നത്. വലിയൊരു ഗേറ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് നമ്മുടെ വിശാലമായിട്ടൊരു മുറ്റം വരുന്നത്. ഒരു 4-5 വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ മുറ്റം കഴിഞ്ഞിട്ടുള്ള ഭാഗമൊക്കെ ഗാർഡൻ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ഒരു വീടാണ്. 3 ബെഡ്റൂമുകൾ, 3 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, ലിവിങ്, ഫാമിലി ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, സിറ്റ് ഔട്ട് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയൊരു വീടാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും ഗാർഡനൊക്കെ ചെറുതായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പുല്ലൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് പ്ലാവോ തെങ്ങോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ കിണർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടുവരാം. പുതിയ പുതിയ വീടുകളുടെയൊക്കെ പണി നടക്കുന്ന ഒരു മേഖലയാണ്. ആ ഒരു ഭാഗത്തൂടെയാണ് നമ്മുടെ ബസ്സൊക്കെ പോകുന്നത്. ഇത് നമ്മളെ വലിയൊരു കാർ പോർച്ചാണ്. നമുക്ക് ഇന്നോവ പോലെയുള്ള വലിയ വാഹനങ്ങൾ ഈസി ആയിട്ട്, ഇന്നോവയും ഒരു ബൈക്ക്, ഒരു സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ളൊരു കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ 4 അതിരുകളും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനൽപ്പാളികൾ, കതകുകൾ മുതലായവയെല്ലാം വന്നിരിക്കുന്നത് തേക്കിൻ തടിയിലാണ്. ഇതാണ് കിച്ചൻ്റെ ഒരു ഡോറാണ് നമ്മളിപ്പോൾ കണ്ടത്. 12 സെൻറ്റ് സ്ഥലമുള്ളതുകൊണ്ട് അത്യാവശ്യം കൃഷികളൊക്കെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കൃഷികളൊക്കെ നടത്താൻ വേണ്ടി പറ്റും. സ്റ്റെയർ കേസ് മുകളിലേക്കുള്ളത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളത്തിനുള്ള സ്റ്റാൻഡ്, ടാങ്ക് വെക്കുന്നുള്ള സ്റ്റാൻഡ് നല്ല ഉയരത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നട്ട് ചെറിയ കൃഷികളൊക്കെ നടത്തേണ്ടവർക്ക് അതിനുള്ളൊരു സൗകര്യമുണ്ട്. വീട് വാങ്ങാൻ ലോൺ ആവശ്യമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ്, മറ്റ് രേഖകൾ നോക്കിയതിന് ശേഷം നമ്മൾ ഏത് ബാങ്കിൻ്റെ വേണമെങ്കിലും ലോൺ സൗകര്യം അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. 12 സെൻറ്റ് സ്ഥലവും 1730 സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീടിനും കൂടി ചോദിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക. നിങ്ങൾ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. ലോണിലുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പവർ പോയിൻ്റ് കൂടി, വാഹനങ്ങളൊക്കെ വാഷ് ചെയ്യുന്നതിനുള്ളൊരു പവർ പോയിൻ്റ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനിൽ നല്ല മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഇവിടം തൊട്ടാണ് നമ്മുടെ ഒരു ഗാർഡൻ വന്നിരിക്കുന്നത്. നമ്മൾ മുമ്പ് ഗേറ്റ് കടന്ന് വന്നപ്പോൾ നമ്മളിത് കണ്ടതാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ വിശാലമായ മുറ്റവും അതിനോട് ചേർന്ന് നല്ല തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ഈ ഒരു വീടും. പാലായിലെയും പൈകയിലെയും ഭരണങ്ങാനത്തെയും എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയുള്ള റോഡിൽ കൂടി വരുന്നതാണ്. ഇതാണ് നല്ലൊരു സിറ്റ് ഔട്ട്. നമുക്ക് ഫ്രണ്ട് ഡോറ്, ജനാലകൾ എല്ലാം വന്നിരിക്കുന്നത് തേക്കിൻ തടിയിലാണ്. പഞ്ചായത്ത് റോഡിന് സമീപമായതുകൊണ്ട് ഇനിയൊരു വീട് വന്ന് മറഞ്ഞു പോകും, നമ്മുടെ വീട് കാണാൻ വയ്യാതെ വരും, അങ്ങനെ ഒരു പേടിയേ വേണ്ട. നല്ല രീതിയിൽ വീട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ലിവിങ് ഹാൾ വന്നിരിക്കുന്നത്. ലിവിങ് ഹാളിലാണെങ്കിലും ധാരാളം ഇൻറ്റീരിയർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് ഹാളാണ്. പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ജിപ്സം വർക്കുകൾ കൊടുത്തിട്ടുണ്ട്, ഫാൻസി ലൈറ്റുകൾ എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഈ ലിവിങ് ഹാളിൽ കൊടുത്തിട്ടുണ്ട്. വലിയ 3 പാളിയുടെ 2 ജനാലകളാണ് കൂടുതൽ വായു സൂര്യപ്രകാശം ലഭിക്കുന്നതിനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ BLDC ഫാനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫാമിലി ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ ആണ്. ഇവിടെയാണ് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെയൊക്കെ ഒരു ഭാഗമൊക്കെ നല്ല മനോഹരമായ വർക്കുകൾ ചെയ്ത്
കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല വലിയ ഒരു ഹാളാണിത്. നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാവുന്നതാണ്. നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറുകളൊക്കെ ആണെങ്കിലും തേക്കിൻ തടിയാണ്, വരച്ചിരിക്കുന്നതല്ല, തനി കാതൽ തന്നെയാണ് ഈ ചെയ്തിരിക്കുന്നതൊക്കെ. നല്ല വലിയ ഒരു ബെഡ്റൂമാണ്. 3 പാളിയുടെ 2 ജനാലുകൾ കൊടുത്തിരിക്കുന്നു. BLDC ഫാൻ കൊടുത്തിരിക്കുന്നു. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. AC പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അല്പം ഉള്ളിലേക്ക് മാറിയിട്ട് തടിയിൽ തീർത്തിരിക്കുന്ന ഒരു അലമാര അവിടെ കൊടുത്തിട്ടുണ്ട്. 2 പാളിയുടെയാണ്. ഇതാണ് നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം വന്നിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം. നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിൻ്റെ പച്ചവെള്ളത്തിൻ്റെ എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. സെറായുടെ ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സെറ, സൊമാനി മുതലായ ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം 10 വർഷം വാറൻറ്റി ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം. നമ്മൾ വീണ്ടും ഫാമിലി ലിവിങ് ഡൈനിങ് ഏരിയയിലേക്ക് വന്നു. അവിടെ നിന്നും വലതുവശത്തേക്ക് മാറിയാണ് നമ്മുടെ ഒരു രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഈ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വലതുവശത്തായിട്ട് കാണുന്ന റൂമാണിത്. ഇതിലും ഫാന്, LED ലൈറ്റ്, ഫാൻസി ലൈറ്റ്, ട്യൂബ് ലൈറ്റ് മുതലായ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജനൽ കർട്ടനുകളും ഫർണിച്ചറും വാങ്ങിയാൽ നേരെ കയറി താമസിക്കാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഇതാണ് കബോർഡിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. കബോർഡിൻ്റെ ഡോറുകളൊക്കെ മഹാഗണി, പ്ലാവ് മുതലായവയൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് തടികൾ. വീടിൻ്റെ ചുറ്റുമുള്ള ജനൽപ്പാളികൾ, റൂമുകളുടെ ഡോറുകൾ, മെയിൻ ഡോറ്, കിച്ചൺ ഡോറ് മുതലായവ എല്ലാം വന്നിരിക്കുന്നത് തേക്കിൻ തടിയാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. എല്ലാം വലിപ്പമുള്ള ബാത്റൂമുകളാണ്. എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങളാണ്. അത് വയറിംഗ് സാധനമാണെങ്കിലും പ്ലംബിംഗ് സാധനമാണെങ്കിലും എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഹാളിൻ്റെ ഇടതുവശത്തായിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇതിലും ഫാൻ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ റൂമിനും ഒരു ചെറിയ കബോർഡ്, ഇത് 1 പാളിയുടെ ഒരു കബോർഡും ഒപ്പം തന്നെ ഒരു സ്റ്റഡി ടേബിൾ എന്നൊക്കെയുള്ള രീതിയിൽ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു പവർ പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അതൊരു ഉപകാരം ഉള്ള ഒരു സ്ഥലമാണ്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം. എല്ലാ ബാത്റൂമിലെയും ടൈലുകളൊക്കെ ആണെങ്കിലും നല്ല ഡിസൈനിൽ തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട്. 80 ലക്ഷം രൂപ ചോദിക്കുന്നു എന്ന് മാത്രം. ഇത് നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. 12 സെൻറ്റ് സ്ഥലമാണുള്ളത്. നല്ല ധാരാളം വർക്കുകൾ ഉള്ള ഒരു ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ആയിട്ട് നമുക്ക് വാഷ് കൗണ്ടർ വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഇൻവേർട്ടറിനുള്ള സൗകര്യവും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. വയറിംഗ് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നേരിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ കിച്ചണിലേക്കുള്ള ഡോറ് വരുന്നത്. അതും തേക്കിൻ തടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വന്നിരിക്കുന്നത്. ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് ഫ്രിഡ്ജിനുള്ളൊരു ഏരിയ തിരിച്ചിട്ടിട്ടുണ്ട്. മുകളിലും താഴെയുമായിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ടോപ്പ് വന്നിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്, ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കിച്ചണിലാണെങ്കിലും ഫാൻ ഉൾപ്പെടെയുള്ള ഫാൻസി ലൈറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ ടാപ്പൊക്കെ വരുന്നതാണെങ്കിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട് പൈക ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. ബസ് റോഡ് അടുത്താണ്. 12 സെൻറ്റ് സ്ഥലമാണുള്ളത്. 1730 സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ വിസ്തീർണം വരുന്നത്. പാത്രങ്ങളൊക്കെ വയ്ക്കാനുള്ള ഡ്രോയികളെല്ലാം 4 ഇപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു കിച്ചണിൽ അതിനും കൂടിയുള്ള ഒരു സൗകര്യം, വിറകടുപ്പിനുള്ള ഒരു സൗകര്യവും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. മുകളിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം തടിയിൽ തീർത്തിരിക്കുന്ന കബോർഡുകളാണ്.
നമ്മൾ വീണ്ടും നമ്മുടെ ഫാമിലി ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയയിലേക്ക് വന്നു. അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മുടെ ലിവിങ് ഹാള് വരുന്നു. ഇതാണ് നമ്മുടെ ലിവിങ് ഹാള്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഒരിക്കൽ കൂടി കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ അവസാനിക്കാറായി. അപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. വീട് നോക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.